ദാമ്പത്യ തർക്കങ്ങളിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ തെളിവായി ഹാജരാക്കുന്ന രീതി ഇന്ന് വ്യാപകമാണ്. എന്നാൽ വെറും വാട്സാപ്പ് ചാറ്റുകൾ മാത്രം അടിസ്ഥാനമാക്കി ഒരാൾക്കെതിരെ ക്രൂരത ആരോപിച്ച് വിവാഹമോചനം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചും കുടുംബബന്ധങ്ങളിലെ തർക്കങ്ങളെക്കുറിച്ചും കോടതി നടത്തിയ നിരീക്ഷണം ഇപ്പോൾ നിയമലോകത്ത് വലിയ ചർച്ചയാകുകയാണ്. ഭാര്യയ്ക്കെതിരെ ക്രൂരതയാരോപിച്ച് ഭർത്താവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. ഹാജരാക്കിയ വാട്സാപ്പ് ചാറ്റുകൾ മാത്രം കൊണ്ട് ഒരാളുടെ സ്വഭാവത്തെയോ പ്രവൃത്തിയെയോ പൂർണ്ണമായി വിലയിരുത്താൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വാട്സാപ്പ് സന്ദേശങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാകാം. അതുകൊണ്ടുതന്നെ മറ്റ് കൃത്യമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ വെറും ചാറ്റുകളെ മാത്രം ആശ്രയിച്ച് ഒരു വിവാഹബന്ധം വേർപെടുത്തുന്നത് നീതിയല്ലെന്ന് ജസ്റ്റിസുമാരായ നിതിൻ സാംബ്രെ, രാജേഷ് പാട്ടീൽ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. വിവാഹമോചനം അനുവദിക്കണമെങ്കിൽ പങ്കാളിയിൽ നിന്ന് ശാരീരികമോ മാനസികമോ ആയ ക്രൂരത നേരിട്ടു എന്ന് വ്യക്തമായ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തണം. ചെറിയ തർക്കങ്ങളോ ദേഷ്യത്തിലയക്കുന്ന സന്ദേശങ്ങളോ ക്രൂരതയുടെ പരിധിയിൽ വരില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നേരത്തെ വാട്സാപ്പ് ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം അനുവദിച്ച കുടുംബ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ദമ്പതികൾക്ക് ഒന്നിച്ചു ജീവിക്കാനുള്ള സാഹചര്യം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.